ഇന്നത്തെ വിലയേറിയ താരമാക്കിയതിൽ പ്രധാന പങ്കുവഹിച്ച സിനിമയാണ് ആര്യ. സുകുമാർ സംവിധാനം ചെയ്ത് ഈ തെലുങ്ക് ചിത്രം റിലീസായിട്ട് 20 വർഷങ്ങൾ കഴിഞ്ഞു. ഇന്നും ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേക വിഭാഗം ആരാധകരുണ്ട്. ടോളിവുഡിലെ പോലെ മലയാളത്തിലും ആര്യ വൻ ഹിറ്റായിരുന്നു. മൊഴിമാറ്റിയെത്തിയ ഈ സിനിമയെ മലയാളി പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. അല്ലു അർജുൻ മലയാളികളുടെ മനസ്സിൽ ആദ്യം ഇടം നേടുന്നതും ആര്യയിലൂടെയാണ്. പിന്നീട് അല്ലുവിൻ്റെ സിനിമകൾ തുടരെ കേരളത്തിൽ തരംഗമായി മാറി. അല്ലു അർജുന് മലയാള പ്രേക്ഷകർ നൽകിയ സ്വീകാര്യത മറ്റൊരു അന്യഭാഷാ നായകന്മാർക്കും ലഭിച്ചിട്ടില്ല എന്നതും വസ്തുതയാണ്. നായകനായ അല്ലുവിനോടൊപ്പം തുല്യ പ്രാധാന്യം സിനിമയിൽ നായികയായ അനു മെഹ്തയ്ക്കും ലഭിച്ചിട്ടുണ്ട്. ഗീത എന്ന കഥാപാത്രത്തെ നടി അവിസ്മരണീയമാക്കി. അല്ലു അർജുനും അനു മെഹ്തയും ഒരുമിച്ചുള്ള രംഗങ്ങളും ഗാനങ്ങളും വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഈ ഒരു സിനിമയ്ക്ക് ശേഷം അനു മെഹ്തയെ സിനിമാ പ്രേമികൾ അധികം എവിടെയും കണ്ടിട്ടില്ല. അനു മെഹ്ത എന്ന പേര് പോലും പലർക്കും ഇപ്പോഴും അറിയില്ല. അന്ന് വൻ ഹിറ്റായി മാറിയ സിനിമയുടെ നായികയായിട്ടും അനു മെഹ്തയുടെ കരിയറിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം ആരാധകർക്കിടയിൽ ബാക്കിയായിരുന്നു. ഈ കാലത്തിനിടെ തെലുങ്കിലും കന്നഡയിലും ഒഡിയ ഭാഷയിലുമാണ് അനു മെഹ്ത അഭിനയിച്ചിട്ടുള്ളത്. നടിയുടെ ആദ്യ സിനിമയാണ് ആര്യ. എന്നാൽ ഒരു ഭാഷയിലും നടി സജീവമായിരുന്നില്ല. 4 വർഷം മാത്രമേ അനു മെഹ്ത സിനിമാ രംഗത്ത് തുടർന്നുള്ളൂ. 2004 മുതൽ 2008 വരെ മാത്രം നീണ്ട ചെറിയ സിനിമാ ജീവിതത്തിൽ ആകെ ചെയ്തത് വെറും 6 സിനിമകൾ മാത്രം. ഇതിനിടെ അഭിമുഖങ്ങളിലോ പൊതുവേദികളിലോ നടി പങ്കെടുത്തിട്ടുമില്ല. ആര്യ ഹിറ്റായപ്പോൾ അനു മെഹ്ത സിനിമാ രംഗത്ത് തരംഗമായി മാറുമെന്ന് പലരും കരുതിയിരുന്നു. പക്ഷേ അതുണ്ടായില്ല. 2008 പുറത്തിറങ്ങിയ ഹൊങ്കനസു എന്ന കന്നഡ ചിത്രമാണ് അവസാന സിനിമ. ഇതിനുശേഷം ലൈംലൈറ്റിൽ നിന്നും അനു പൂർണ്ണമായി മാറി നിന്നു. നടിയുടെ വ്യക്തിപരമായ വിവരങ്ങളൊന്നും ഇന്ന് ലഭ്യമല്ല. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലുമില്ല. 1-2 സിനിമകളിൽ അഭിനയിച്ച് അപ്രത്യക്ഷരായ നടിമാർ എല്ലാ ഇൻഡസ്ട്രിയിലുമുണ്ട്. വന്ദനത്തിലെയും പ്രിയത്തിലെയും എല്ലാ നായികമാരെ പിന്നീട് മലയാള സിനിമ കണ്ടെത്തിയിരുന്നു. ചഞ്ചലിനെ പോലുള്ള നായികമാരൊക്കെ എവിടെയാണ് എന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ ഇപ്പോഴും പ്രേക്ഷകർക്ക് ഒരു പിടിയും തരാതെ മാറി നിൽക്കുന്ന ചിലരുണ്ട്. അക്കൂട്ടത്തിലാണ് ഗുണ എന്ന ചിത്രത്തിലെ നായികയും ഇപ്പോൾ ആര്യയിലെ നായികയുമെല്ലാം. മഞ്ഞമ്മൽ ബോയ്സ് എന്ന ചിത്രം ഹിറ്റായപ്പോഴാണ് ഗുണയിലെ നായികയെ തേടി മലയാളികളും സോഷ്യൽ മീഡിയയിൽ എത്തിയത്. പക്ഷേ യാതൊരു വിവരവും ലഭിച്ചില്ല. ഇപ്പോൾ അനു മെഹ്തയും. വെള്ളിനക്ഷത്രം എന്ന സിനിമയിലൂടെ വൻ ജനപ്രീതി നേടിയ നടി മീനാക്ഷിയും ഏറെക്കാലം ലൈംലൈറ്റിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖം നൽകാൻ മീനാക്ഷി തയ്യാറായി. ഈ അഭിമുഖം വൈറലാവുകയും ചെയ്തു. ആര്യ റിലീസായിട്ട് 20 വർഷം പൂർത്തിയായിരിക്കെ സോഷ്യൽ മീഡിയയിൽ അല്ലു അർജുൻ ഓർമ്മകൾ പങ്കുവച്ചിരുന്നു. സംവിധായകൻ സുകുമാറിൻ്റെ ആദ്യ സിനിമയായിരുന്നു ആര്യ. തെലുങ്കിൽ ഹിറ്റായതോടെ ഈ ചിത്രം തമിഴിലേക്ക് കുട്ടി എന്ന പേരിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട്. ധനുഷും ശ്രിയ ശരണുമാണ് തമിഴ് പതിപ്പിൽ നായകനും നായികയുമായത്. 2009 തെലുങ്കിൽ ആര്യയുടെ 2ാം ഭാഗവും പുറത്തിറങ്ങി. അല്ലു അർജുൻ, കാജൽ അഗർവാൾ എന്നിവരാണ് 2ാം ഭാഗത്തിൽ പ്രധാന കഥാപാത്രം ചെയ്തിരുന്നത്.